Good morning. Good morning, Sarah. Okay, good morning, Sarah. മാത്രത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഇല്ല, അറിയില്ല അല്ലേ? ഓക്കെ. കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നമുക്ക് നമ്മുടെ ആ ഒരു റിവിഷൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചതാണ്. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു പോർഷൻ കൂടെ അതിന്റെ ഇടയിൽ നമ്മൾ എടുത്തു, കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞു. വീണ്ടും നമുക്ക് നോക്കാം കേട്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മള് ഗ്രീവൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് അല്ലെ. ഗ്രീവൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതൊരു പേപ്പർ 4 ആണ് കേട്ടോ. പേപ്പർ 4 ചാപ്റ്റർ ആണ് കേട്ടോ. ആ ഒരു ഒറ്റ ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് പേപ്പർ 4 വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കണം കേട്ടോ. ഓക്കെ, പേപ്പർ 3യും അതുപോലെ തന്നെ പേപ്പർ 4ഉം സെപ്പറേറ്റ് ആയിട്ടാണ്. അത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ പേപ്പർ 4 ചാപ്റ്റർ നമ്പർ 6 ആണ്. ഓക്കെ, അപ്പൊ അത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. 30 ക്വസ്റ്റ്യൻസുകളാണ് അതിലുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് നല്ലപോലെ പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ റിവിഷൻ നടത്തുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഹെൽത്ത്, ഇതായിരുന്നു ഹെൽത്ത് അല്ലെ, എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. പിന്നെ എന്താണ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു നിർത്തിയത് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. എംപ്ലോയി സേഫ്റ്റി, എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഏതാണ്? ഫാക്ടറീസ് ആക്ട് ആണ് അല്ലെ. ഫാക്ടറീസ് ആക്ട് 1948 ആണ്. ഓക്കെ, അതുപോലെ സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 20 വരെ ഉള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പറഞ്ഞേ? സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 20 വരെ ഉള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞേ? സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 20 വരെയുള്ളത് അല്ലെ, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എംപ്ലോയിയുടെ ഗ്രീവൻസ് ആണോ, അതോ എംപ്ലോയിയുടെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എംപ്ലോയി സേഫ്റ്റി ഓർ ഹെൽത്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ് സെക്ഷൻ 11 തൊട്ട് 20 വരെ ഡീൽ ചെയ്യുന്നത്. പറഞ്ഞേ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. സാറയ്ക്ക് മാത്രമാണ് ആൻസർ പറയാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരാരും പറഞ്ഞില്ലല്ലോ. എന്താണ് ആൻസർ? ഹെൽത്ത് അല്ലെ. എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 11 തൊട്ട് 20 വരെ കേട്ടോ. അത് കഴിഞ്ഞാല് 21 തൊട്ട് 41 വരെ ഏതാണ്? എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 3 ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. എംപ്ലോയി സേഫ്റ്റിനെ നമ്മൾ, എംപ്ലോയി ഹെൽത്തിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെ. എന്നതുപോലെ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പറയാം? ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട 2 ഡെഫിനിഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആർ വെയിൻ മോണ്ടിയുടെ ഡെഫിനിഷൻ ആണ്, മറ്റൊന്ന് ജാന എൻ കെംപിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ഡെഫിനിഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്തായിരുന്നു ആർ വെയിൻ മോണ്ടിയുടെ ഡെഫിനിഷൻ? എംപ്ലോയി സേഫ്റ്റി ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് എംപ്ലോയീസ് ഫ്രം ഇൻജുറീസ് കോസ്ഡ് ബൈ വർക്ക് റിലേറ്റഡ് ആക്സിഡന്റ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, ജാന എൻ കെംപ് എന്താണ് ഡിഫൈൻ ചെയ്തത്? സേഫ്റ്റി ഈസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സേഫ്റ്റി ഈസ് പ്രസന്റ് when people are free from being bodily harmed. Okay, then അടുത്തതാണ് എന്ത്? നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി.
അല്ലെ എംപ്ലോയി സേഫ്റ്റിയുടെ പ്രാധാന്യം എന്താണ്? വാട്ട് ഇസ് ദ നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി? എംപ്ലോയി സേഫ്റ്റിയുടെ പ്രാധാന്യം എന്താണ്? എന്തൊക്കെയാണ് പ്രാധാന്യം? ടു സേവ് ദ ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസ്, ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ്, അല്ലെ ചെലവ് ചുരുക്കാനായിട്ട്, ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. കാര്യം എന്താണ്? എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇറ്റ് ഇസ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ ഇൻഡസ്ട്രി. ഏതൊരു ഇൻഡസ്ട്രിയുടെയും ഏതൊരു സ്ഥാപനത്തിന്റെയും അവരുടെ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് എന്ത്? എംപ്ലോയി സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അല്ലെ. പിന്നെന്താണ്? ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്, ടു ബി ഫ്രീ ഓഫ് ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഫെയിലിയർ കേട്ടോ. പിന്നെ നമ്മൾ ഓരോ സെക്ഷൻസും നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Employee safety is believed to boost employee morale and dash. Employee safety is believed to boost employee morale and dash. That employee safety എന്ന് പറയുന്നത് അത് ഒരു എംപ്ലോയിയുടെ മനോവീര്യം എന്താണ് മെച്ചപ്പെടുത്തുന്നതിനും ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും പിന്നെ എന്ത് കാര്യത്തിനുമാണ് അത് സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻക്രീസ് ആക്സിഡൻസ്, ബി decrease productivity, C improve productivity, and D worsen industrial relations. That answer variya. Okay, very good. Correct ആണ് മനസ്സിലാ. C ആണ് അല്ലെ improve productivity. Productivity improve ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നു. Okay, clear. Section 21 of the Factories Act 1948 mandates that Section 21 of Factories Act 1948 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ പ്രൊവിഷൻ ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, ബി ഫെൻസിംഗ് ഓഫ് മെഷീനറി, സി ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഡി യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണെന്ന് പറയാമോ? സെക്ഷൻ 21 ബി ആണ് അല്ലെ. അതായത് ഫെൻസിംഗ് ഓഫ് മെഷീനറി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ. സെക്ഷൻ 21 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫെൻസിംഗ് ഓഫ് മെഷീനറി അല്ലെ. മെഷീനറീസുകൾക്കൊക്കെ ആ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതിനെന്ത് ചെയ്യണം? ഫെൻസ് ചെയ്യണം, വേലി കെട്ടണം. ദാറ്റ് മീൻസ് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിരിക്കണം അല്ലെ. സെക്ഷൻ 22 എന്തായിരുന്നു? വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ അല്ലെ. ചലിക്കുന്ന യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം അത് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന 4 കാര്യങ്ങളാണ് ഗ്രീവൻസ്, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ എംപ്ലോയി ഹെൽത്ത് ആൻഡ് എംപ്ലോയി സേഫ്റ്റി. ഒക്കെയാണോ നിങ്ങൾക്കത്? ഈ ചാപ്റ്റർ വളരെയധികം നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓരോ സെക്ഷൻസുകൾ നിങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു പേപ്പർ 4 എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നമ്മൾ എടുത്ത ചാപ്റ്റർ നമ്പർ 5 ആണ് അല്ലെ. ടാലന്റ് മാനേജ്മെന്റ് അല്ലെ. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ. ഓക്കെ, അത് നോക്കാം നമുക്ക്. ചാപ്റ്റർ നമ്പർ 4 കേട്ടോ. ചാപ്റ്റർ നമ്പർ 4 എന്തായിരുന്നു? ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലെ. എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്നാണ് നമ്മളൊന്ന് പറഞ്ഞത്? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ജീവനക്കാരുടെ കഴിവുകള് അല്ലെ, ഒരു ജീവനക്കാരന്റെ അവരുടെ കഴിവുകള്
തിരിച്ചറിയുന്നതിനും വികസിപ്പിക്കുന്നതിനും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ ടാലന്റ് നമ്മൾ അവിടെ മാനേജ് ചെയ്യണം. ഏത് രീതിയിലാണ് അവരുടെ ടാലന്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ കഴിവുകളും അറിവുകളും സ്കില്ലൊക്കെ ഉണ്ടാവും അല്ലെ, അവരുടേതായ ചില പ്രൊഫഷൻസി ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ പറയുന്ന ജീവനക്കാരുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും അത് വികസിപ്പിക്കുന്നതിനും ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലെ. കഴിവുകൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് വേണം? ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണം അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് പഠിക്കുന്നത് അല്ലെ. എന്താണ് ടാലന്റ് മാനേജ്മെന്റ്? ടാലന്റ് മാനേജ്മെന്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്കിൽസ് ഓഫ് അട്രാക്ടിങ് highly skilled workers, integrating new workers and improving and retaining current workers to meet the current and future business objectives അല്ലെ. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അവരുടെ സ്കില്ലുകൾ തിരിച്ചറിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്യാനും പുതിയ വർക്കേഴ്സുമായിട്ട് അവരെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടും നിലവിലുള്ള വർക്കേഴ്സുകളുടെ അവരുടെ കഴിവുകളെ റീറ്റെയിൻ ചെയ്തുകൊണ്ടും നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അത് ടാലന്റ് മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് ടാലന്റ് മാനേജ്മെന്റ് HR അല്ലെ, ടാലന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ അവിടെ ഒരു ചാർട്ട് പോലെ നമ്മൾ കണ്ടു അല്ലെ. ഫസ്റ്റ് എന്താണ്? ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്. ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ. കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റീറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ് അല്ലെ, കഴിവുള്ള എംപ്ലോയീസിനെ നമ്മൾ നിലനിർത്തണം. അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, കഴിവുള്ള എംപ്ലോയീസിനെ നമ്മൾ ഏറ്റെടുക്കണം. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ടാലന്റ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ടാലന്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് അല്ലെ. ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ നിലനിർത്തുക, കഴിവുള്ള ആളുകളെ നമ്മൾ ഏറ്റെടുക്കുക. ദാറ്റ് മീൻസ് ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത് ടാലന്റ് മാനേജ്മെന്റിൽ വരുന്ന കമ്പോണന്റുകളാണ്. പിന്നെ നമ്മള് മറ്റൊരു പേരും കൂടെ പറയൂ അല്ലെ. ടാലന്റ് മാനേജ്മെന്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. HCM എന്നാണ് നമ്മൾ പറയാ, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലെ. നോക്കൂ, കമ്പനീസ് which are involved in a talent management strategy tend to shift the duties of employees from the human resource department to all managers throughout the company. It is also called human capital management അല്ലെ. ഒരു ടാലന്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി പിന്തുടരുന്ന ഒരു സ്ഥാപനത്തില് പണ്ടെന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അവരുടെ ടാലന്റ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ തന്നെ ആരുടെ ഉത്തരവാദിത്തം മാത്രമായിരുന്നു? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാ മാനേജേഴ്സിലേക്കും എന്ത് ചെയ്യാണ്? സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അല്ലെ. പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്നതിൽ നിന്നും അത് എല്ലാ മാനേജർമാരിലേക്കുമായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ എന്ത് ചെയ്തു? ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് അഥവാ ടാലന്റ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അവരെ മാനേജ് ചെയ്യലാണ് അല്ലെ. അതന്നെയല്ലേ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. HC. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിയർ? പിന്നെ നമ്മൾ പറഞ്ഞു ടാലന്റ് മാനേജ്മെന്റ് ബേസിക്കലി കൺസേൺഡ് വിത്ത് കോർഡിനേറ്റിംഗ്, കൊളാബറേറ്റിംഗ്, മാനേജിംഗ് ഡിഫറെന്റ് ടാലന്റ്സ് പീപ്പിൾ ഹാവ് ടു ഓഫർ വിത്തിൻ എ കമ്പനി. ഓക്കെ, പിന്നെ എന്താണ്? Every individual has different skills to offer, and the challenging part for a company is selecting those individuals who fit in with the existing company culture. Effective HR procedures will be able to classify these individuals and appoint them appropriately. Okay, clear ആണല്ലോ പറഞ്ഞത്? ഇതാണ് എന്ത്? ടാലന്റ് മാനേജ്മെന്റ്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് മോഡൽ ആണ് അല്ലെ. അതായത് ടാലന്റ് മാനേജ്മെന്റ് മോഡൽ അതിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അതിൽ എത്ര സ്റ്റെപ്സുകൾ വരുന്നുണ്ട്? ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? പ്ലാനിങ് ആണ്.
നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ച സമയത്തും ഇതുപോലെ നമ്മൾ സ്റ്റെപ്പ് പഠിച്ചു അല്ലെ. അതുപോലെ ഗ്രീവൻസ് പ്രൊസീജിയർ, ഡിസിപ്ലിനറി പ്രൊസീജിയറിനൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലുണ്ട് കേട്ടോ ടാലന്റ് മാനേജ്മെന്റ് മോഡൽ. എങ്ങനെയാണ് ആ മോഡല്? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് അല്ലെ. പ്ലാനിങ്ങിൽ എന്താ നടക്കുന്നത്? ഇനീഷ്യൽ സ്റ്റെപ്പ് അല്ലെ. അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ആണ്. ഒരു പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യലാണ് അല്ലെ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈങ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലെ. ഹ്യൂമൻ ക്യാപിറ്റൽ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ റിക്വയർമെന്റുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നു. അതിനുശേഷം ഡെവലപ്പിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾസ്, അവരുടേതായ ആ ഒരു ജോബിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പ്രപ്പോസിംഗ് എ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല വർക്ക് ഫോഴ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നതാണ് എന്ത്? പ്ലാനിങ്ങിന് കംപ്ലീറ്റ് തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തുന്നത് അല്ലെ. അതൊക്കെ വായിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് അട്രാക്ടിങ് ആണ് അല്ലെ. നമുക്ക് നല്ല ഹ്യൂമൻ റിസോഴ്സസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം? ജോബ് പോർട്ടലുകൾ ഉപയോഗിക്കാം അല്ലെ. ലൈക്ക് Naukri.com, ടൈംസ് ജോബർ അല്ലെ. അതുപോലെ ലിങ്ക്ഡിൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഓരോ ഈ പറയുന്ന ജോബ് പോർട്ടലുകളാണ് അല്ലെ. അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് ലൈക്ക് അതായത് ലിങ്ക്ഡിൻ ആൻഡ് ട്വിറ്റർ, സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് അട്രാക്ട് ചെയ്യലാണ് അല്ലെ. നമുക്ക് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലോട്ട് അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? സെലക്ടിങ് ആണ് അല്ലെ. സെലക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രൂട്ടിങ് ആൻഡ് സെലക്ടിങ് ദ പേഴ്സണൽ അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഈ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെ. അവരെ റിക്രൂട്ട് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. അതില് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണേ? വെറുതെ വന്ന് സെലക്ട് ചെയ്യാണോ? അല്ല. ഒരു സെലക്ട് ചെയ്യുന്ന എന്തിന്റെയൊക്കെ ബേസിലാണ്? റിട്ടേൺ ടെസ്റ്റുകൾ ആൻഡ് ഇന്റർവ്യൂ അല്ലെ. റിട്ടേൺ ടെസ്റ്റിനും ഇന്റർവ്യൂവിനും ബേസ് ചെയ്തുകൊണ്ട്. അതുപോലെ സ്ക്രൂട്ടിനൈസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പ്രൊഫൈൽ അല്ലെ. നമ്മുടെ ആ ഒരു പ്രൊഫൈലിന്, ആ ഒരു ജോബ് പ്രൊഫൈലിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയുടെ നമ്മളൊരു സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുണ്ട് അല്ലെ. അവരുടെ സ്കിൽ ആയിക്കോട്ടെ, അവരുടെ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, അവരുടെ എന്താണ് പറയാ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ സൂക്ഷ്മ പരിശോധന ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. സെലക്ടിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? റിട്ടേൺ ടെസ്റ്റുകളിലൂടെയും ഇന്റർവ്യൂസുകളിലൂടെയും അല്ലെ. അത് അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡെവലപ്പിംഗ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു സൈക്കിള് പോലെ ഉണ്ടാകും കേട്ടോ. ഫസ്റ്റ് പ്ലാനിങ്, അട്രാക്ടിങ് സെലക്ടിങ് കഴിഞ്ഞാല് ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ജോബ് പ്രൊഫൈലിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും അതുപോലെ ഓറിയന്റേഷൻസും ഓൺബോർഡിംഗ് പ്രോഗ്രാംസുകളൊക്കെ അതായത് നമ്മൾ പറയില്ലേ ഓൺ ജോബ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ജോബ് പ്രൊഫൈലിന് അനുയോജ്യമാകുന്ന രീതിയിൽ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് അല്ലെ. അവരുടെ സ്കില്ലിനെ അല്ലെങ്കിൽ അവരുടെ ടാലന്റിനെ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇംപ്രൂവ് ചെയ്ത് ആ ഒരു ജോബ് പ്രൊഫൈലിനോട് അനുയോജ്യമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ഡെവലപ്പിംഗ്. നമ്മൾ ആ വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാണ് അല്ലെ. അവര് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ക്യാരിങ് ഔട്ട് ആൻ ഓൺബോർഡിംഗ് പ്രോഗ്രാം ഓർ ആൻ ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലെ. അവർക്ക് വേണ്ട ഓറിയന്റേഷൻ ഓൺബോർഡിംഗ് പ്രോഗ്രാമുകൾ നമ്മൾ ക്യാരി ചെയ്യുന്നു. എൻഹാൻസിംഗ് ദ സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് ദ പേഴ്സണൽ ടു മാച്ച് ദ പ്രൊഫൈൽ. പ്രൊഫൈൽ മീൻസ് ആ ജോബ് പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരുടെ സ്കില്ലുകള്, അവരുടെ അഭിരുചി, അവരുടെ പ്രൊഫിഷ്യൻസി അതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. പിന്നെന്താണ്? കൗൺസിലിംഗ്, ഗൈഡിങ്, കോച്ചിങ്, എഡ്യൂക്കേറ്റിംഗ്, മെന്ററിംഗ് എംപ്ലോയീസ് ആൻഡ് ജോബ് റൊട്ടേഷൻ. നമുക്ക് എങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്റ്റേജിൽ വരും അല്ലെ. അവർക്ക് കൗൺസിലിംഗ്, അവർക്ക് വേണ്ട ഗൈഡിങ്, കോച്ചിങ്, എഡ്യൂക്കേഷൻ, മെന്ററിംഗ്, ഇതൊക്കെ എന്താണ്? ആ ഒരു വ്യക്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? റീറ്റെയിനിങ് ആണ് അല്ലെ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർ ആ സ്ഥാപനത്തില് നിലനിർത്തണം അല്ലെ. അതാണ് റീറ്റെയിനിങ് എന്ന് പറയുന്നത് അല്ലെ.
റിട്ടൻഷൻ പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് റിട്ടൈൻ ചെയ്യാം? ഓക്കെ, നമ്മൾ അവർക്ക് പരിശീലനം കൊടുത്തു, അവരതിന് അനുയോജ്യനായ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഡെവലപ്പിംഗ് സ്റ്റേജിലൂടെ അവരെന്തായി മാറി? ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അവരെ റിട്ടൈൻ ചെയ്യണം. എങ്ങനെയാ നമുക്കൊരു സ്റ്റാഫിനെ റിട്ടൈൻ ചെയ്യാൻ പറ്റാം? അവർക്ക് ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അല്ലെ അവരെ നമുക്ക് റിട്ടൈൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്തൊക്കെ കൊടുക്കാം? പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്, പ്രൊമോഷൻ ഇൻക്രിമെന്റ്സ് കൊടുത്ത് നമുക്ക് അവരെ റിട്ടൈൻ ചെയ്യാം. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ബൈ ഹാൻഡ്ലിംഗ് ഓവർ സ്പെഷ്യൽ പ്രോജക്റ്റ്, പ്രത്യേക പ്രോജക്റ്റുകളുടെ റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് വളരാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ മാറ്റി നിർത്താതെ അവരെയും ആ തീരുമാനത്തിന് പങ്കാളികളാക്കുക. പിന്നെ ടീച്ചിങ് ന്യൂ ജോബ് സ്കില്ല്, പുതിയ പുതിയ ജോബ് സ്കില്ലുകള് അവരെ പഠിപ്പിക്കുക. ഐഡന്റിഫൈങ് ദി ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻ ആൻഡ് എഫർട്ട്, അതുപോലെ അവര് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കോൺട്രിബ്യൂഷനും അവർ നൽകുന്ന ഓരോ എഫർട്ടിനും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു വാല്യൂ കൊടുക്കുക, അല്ലെ അതിനൊരു അക്രഡിറ്റേഷൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു എംപ്ലോയിനെ റിട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പൊ നിങ്ങളോട് ഈ പോയിന്റുകൾ തന്നിട്ട് ഏത് ഫേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി തന്നെ എളുപ്പമാണ് കേട്ടോ. പിന്നെന്താണ്? ട്രാൻസിഷനിങ് ആണ് അല്ലെ. എന്താണ് ട്രാൻസിഷനിങ് പറഞ്ഞാല്? The talent management aims at the overall transformation of the employees to achieve the organizational vision. അല്ലെ, നമ്മള് ആ ഒരു സ്ഥാപനത്തിന്റെ എന്താണ് ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷൻ ആൻഡ് മിഷൻ നേടിയെടുക്കുന്ന രീതിയിലോട്ട് നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? ഒരു എംപ്ലോയിനെ നമ്മൾ മാറ്റിയെടുക്കാണ്. ഓവറോൾ ആയിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്ത് ട്രാൻസിഷൻ നടത്തി നമ്മളുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്ന രീതിയിൽ അവരൊരു ഡിസൈറബിൾ ഒരു മോഡിലോട്ട് അവരെ നമ്മൾ മാറ്റുകയാണ് അല്ലെ. ആ ഒരു പ്രോസസ് ആണ് എന്ത്? ട്രാൻസിഷനിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷനിങ് നടത്തുന്നത്? ഇങ്ങനെ ട്രാൻസിഷനിങ് നടത്തുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ടു എംപ്ലോയീസ്, അതുപോലെ കണ്ടക്ടിങ് എക്സിറ്റ് ഇന്റർവ്യൂസ്, സക്സഷൻ പ്ലാനിങ് ഓർ ഇന്റേണൽ പ്രൊമോഷൻസ് അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷന്റെ വിഷൻ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒന്നാണ് ട്രാൻസിഷനിങ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ കൊടുക്കുക, കണ്ടക്ടിങ് എക്സിറ്റ് ഇന്റർവ്യൂ, അവര് ആ ഒരു സ്ഥാപനം വിട്ടുപോകുന്ന സമയത്ത് അല്ലെ വിട്ടുപോകുന്ന അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക. സക്സഷൻ പ്ലാനിങ് ഓർ ഇന്റേണൽ പ്രൊമോഷൻ, സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെ ഫ്യൂച്ചർ റോളുകളിലോട്ട് അവരെ എന്താണ് ഫ്യൂച്ചർ റോളുകളിലേക്ക് ഉയരുന്ന രീതിയിൽ, അതായത് നിലവിലുള്ള റോളിനേക്കാളും കുറെ കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെ ഭാവിയിൽ പുതിയ പുതിയ റോളുകളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്തെടുക്കുക. അതാണ് ട്രാൻസിഷനിങ് എന്ന്. എന്നും എല്ലാ കാലത്തും ഒരേ റോള് തന്നെയല്ല അവർ കൈകാര്യം ചെയ്യേണ്ടത്. ആ ഒരു റോളിൽ അവർ ഒരുപാട് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ കുറെ കൂടെ നല്ല റോളുകളിലോട്ട് അല്ലെങ്കിൽ ഭാവിയിൽ വന്നേക്കാവുന്ന നല്ല നല്ല പുതിയ റോളുകളിലോട്ട് അവരെന്താണ് മാറ്റിയെടുക്കുന്ന, അതിനെ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതാണ് ഇതിന്റെ സക്സഷൻ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ടാലന്റ് മാനേജ്മെന്റ് മോഡലിൽ വരുന്ന സ്റ്റെപ്സുകൾ ഓർത്ത് വെക്കാം. ഇതൊക്കെയാണ് പ്ലാനിങ്, അട്രാക്ടിങ്, സെലക്ടിങ്, അട്രാക്ട് ചെയ്യുന്നു അല്ലെ. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അട്രാക്ട് ചെയ്യുന്നു, അതിൽ നിന്നൊരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെ. പിന്നെ നമ്മൾ അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് കഴിവുകൾ വികസിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ റിട്ടൈൻ ചെയ്യുന്നു, റിട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഓവറോൾ ട്രാൻസിഷൻ ആണ് അല്ലെ. ഇങ്ങനെയാണ് അത്രയും സ്റ്റെപ്പുകൾ ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ് മോഡൽ എന്നിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നതാണ്. ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് ആണ് അല്ലെ. ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് നമ്മളുടെ അന്നത്തെ ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻ ഓഫ് ടാലന്റ് മാനേജ്മെന്റ്, ഒരു ടാലന്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷിംഗ് ഹൈ പെർഫോമൻസ് വർക്ക് ഫോഴ്സ് അല്ലെ. ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന ഒരു വർക്ക് ഫോഴ്സിനെ, ഒരു എംപ്ലോയീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ അട്രാക്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ, ഇതൊക്കെ നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് മോഡലിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഏറ്റവും എന്താണ് ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാം, അവരെ റീറ്റെയിൻ ചെയ്യാം. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ, അവരിലൂടെ
നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അതുപോലെ പ്രോപ്പർ ടൈം മാനേജ്മെന്റ്. As untrained and unskilled workforce lead to wastage of time and commitment of errors. Our retain talented and high performing employees, ensuring growth and innovation in the organization, developing skill and competencies in the employees. Okay, ഇത്രയുമാണ് അതിനകത്ത് വരുന്നത് ടാലന്റ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട്. പിന്നെ നമ്മൾ പഠിച്ച മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാല് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, അതിനകത്തും ഈ പറയുന്ന പോലെ എത്ര സ്റ്റെപ്സുകളാണ് അതിനകത്ത് നമ്മൾ പഠിച്ചത്? പ്രധാനമായിട്ടും 7 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത് അല്ലെ. ഏതൊക്കെയാണ് 7 സ്റ്റെപ്പ്? ഓർഗനൈസേഷണൽ പ്ലാൻ, റിക്രൂട്ട്മെന്റ് പ്ലാൻ, അതുപോലെ ഡെവലപ്മെന്റ് പ്ലാൻ, റിട്ടൻഷൻ പ്ലാൻ, അസസ്മെന്റ് പ്ലാൻ, ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ ആൻഡ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഓക്കെ, ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം കേട്ടോ. Question ശ്രദ്ധിക്കാം. What is the primary definition of the talent management? What is the primary definition of talent management? എന്താണ് ടാലന്റ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്നത് ഡെഫിനിഷനോട് കൂടിയിട്ടാണ് അല്ലെ. ഓപ്ഷൻ വേണമെങ്കിൽ വായിക്കാം. ഓപ്ഷൻ എ, a system for managing employee payroll. Option B, the skill of attracting, integrating, improving and retaining skilled workers. C, a process for conducting annual performance reviews. D, a method for handling employee grievances. ഇതാണ് ആൻസർ വരിക. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. റസ്മീന, ശബന, വനിത, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് ആൻസർ? ബി ആണ് അല്ലെ. The skill of attracting, integrating, improving and retaining skilled workers. Okay. അടുത്ത ചോദ്യം പറയാണ് ടാലന്റ് മാനേജ്മെന്റ് is also known by the other name. ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങളൊന്ന് പറയാം കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് is also known as എന്താണ്? ഓക്കെ, കറക്റ്റ് ആണ്. HCM അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്. എന്താ? ഓക്കെ, HCM അല്ലെ. എന്താണത്? ഹ്യൂമൻ, എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഈ സിറ്റി ട്രാവൽസ് മൂന്നുപിടിക എന്ന് പറഞ്ഞ ഐഡിയയിൽ കാണുന്ന ആളുടെ പേരെന്താണ്? പേരൊന്ന് പറയൂ. സിറ്റി ട്രാവൽസ് മൂന്നുപിടിക എന്ന് കാണുന്ന ആളുടെ പേരൊന്ന് പറയൂ. സ്വീറ്റി. ഓക്കെ, സ്വീറ്റി എന്നാണ് ഇവിടെ. സ്വീറ്റിനെ വിളിക്കാം കേട്ടോ. പേര് ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞാൻ പേര് ചോദിച്ചിട്ടുണ്ട്. സ്വീറ്റി എന്നാണ് പേര് അല്ലേ. പലരും ഐഡിയന്റെ പല ഇഷ്ടമുള്ള പേരുകളൊക്കെയാണല്ലോ. നമുക്ക് ശരിക്കുള്ള പേര് അറിയില്ല. അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, ഇൻ കമ്പനീസ് എനിക്ക് ട്രാവൽസ് ഉണ്ട്. ഓക്കെ, ട്രാവൽസ് ഉണ്ട്. മൂന്നുപിടിക എന്ന് പറയുന്നത് തൃശ്ശൂരല്ലേ? തൃശ്ശൂരിലെ സ്ഥലമല്ലേ മൂന്നുപിടിക? അപ്പൊ നോക്കാം. ഇൻ കമ്പനീസ് with a talent management strategy, the duties of managing employees tend to shift from the HR department to in companies with a talent management strategy. The talent management strategy പിന്തുടരുന്ന ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ the duties of managing employees tend to shift from HR department to Dutch. അവിടെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഡ്യൂട്ടീസ് HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ബി, എക്സ്റ്റേണൽ കൺസൾട്ടൻസ്. സി, all managers throughout the company. D, the employees themselves. ഇതാണ് ആൻസർ. കറക്റ്റ് ആണ് കേട്ടോ. ശബന, അനിത, റസ്മീന, ഓക്കെ, സ്വീറ്റി കറക്റ്റ് ആണ്. ഇതാണ് ചിക്കുമോൾ കറക്റ്റ് ആണ് കേട്ടോ. റൻസിയ, സി ആണ് അല്ലെ. ഓൾ മാനേജേഴ്സ് ത്രൂ ഔട്ട് ദ കമ്പനി. ഓക്കെ, അരുൺ കറക്റ്റ് ആണ് കേട്ടോ. സാറ കറക്റ്റ് ആണ്. അതായത് ഈ ഒരു ടാലന്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പണ്ടെന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ കൊടുക്കാൻ HR ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി എന്നതിൽ ഒതുങ്ങി നിൽക്കാതെ
ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു കഴിയുമ്പോ അത് പിന്തുടരുന്ന ഏതൊരു കമ്പനിയിലും ആ ഒരു ഉത്തരവാദിത്തം HR ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമല്ല മറ്റുള്ള മാനേജേഴ്സിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, what is the first step or initial step in the talent management process model? ചിലപ്പോ TM മോഡൽ എന്നൊക്കെ ആവും തരിക കേട്ടോ. അപ്പൊ TM മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ് ടാലന്റ് മാനേജ്മെന്റ് മോഡൽ? ഓക്കെ, കറക്റ്റ് ആണ്. ടമാനിത സാറ ഓക്കെ, കറക്റ്റ് ആണ്. ഷബാന ഓക്കെ, പ്ലാനിങ് ആണ് അല്ലെ. അല്ലെങ്കിൽ ഏതൊരു സ്റ്റെപ്പിന്റെ എഫിഷ്യൻസി, അതായത് നമ്മൾ ഏതൊരു പ്രൊസീജിയർ എടുക്കുന്ന അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? പ്ലാനിങ് ആണ് അല്ലെ. ഓക്കെ, പ്ലാനിങ് ആണ്. അടുത്തത്, the planning stage of talent management involves. The planning stage of talent management involves option A, conducting exit interviews. Option B, identifying the human capital requirement. C, carrying out an orientation program. D, providing opportunities for growth. ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ സാറ് കറക്റ്റ് ആണ്. ബി ആണ്. ചിക്കുമ്പോൾ കറക്റ്റ് ആണ്. ബി. ഒന്ന് ആലോചിച്ചേ, കണ്ടക്ടിങ് എക്സിറ്റ് ഇന്റർവ്യൂ. എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഏത് പ്ലാനിലാണ്? ഏത് പ്ലാനിലാണ് എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ അതിന് ആ സ്ഥാപനം വിട്ടു പോകുമ്പോൾ നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു ഇതാണ്. അത് ഏത് പ്ലാനിലാണെന്നൊന്ന് പറയാമോ? അതിൽ ഏത് പ്ലാനിലാണ്? പ്ലാനല്ല, ഏത് സ്റ്റേജിലാണ്? ഇതാണ് നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് ട്രാൻസിഷനിങ് സ്റ്റേജ് ആണ് അല്ലെ. ഇതാണ് ട്രാൻസിഷനിങ്. ഓക്കെ, കറക്റ്റ് ആണ്. ഐഡന്റിഫൈങ് ദി ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ ദാറ്റ് മീൻസ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് എന്തിലാണ്? അതാണ് ഉത്തരം, പ്ലാനിങ് അല്ലെ. ക്യാരിങ് ഔട്ട് ആൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓറിയന്റേഷൻ പ്രോഗ്രാം ക്യാരി ചെയ്യുക. ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട ഓൺ ബോർഡ് പ്രോഗ്രാം, ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണേ? അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് സ്റ്റേജിലാണ് വരിക, ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് വരിക. ഓക്കെ, അതുപോലെ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്. ഗ്രോത്തിനുള്ള, വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ കൊടുക്കുക. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്, അത് ഡെവലപ്പിംഗ് ആണോ? അല്ലെ, അതല്ല, അത് റീറ്റെയിനിങ് ആണ് കേട്ടോ. റീറ്റെയിനിങ്, നിലനിർത്താനുള്ളതാണ് അല്ലെ. അതെ, അവരെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വളരാനുള്ള അവസരങ്ങൾ കൊടുക്കണം അല്ലെ. അതാണ് എന്ത് റീറ്റെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾക്ക് നമ്മളൊരു ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് സ്വയം എക്സ്പോഷർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും അല്ലെ. നമ്മളൊരു ജോലിക്ക് പോകുമ്പോ ശമ്പളം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ശമ്പളം കിട്ടും, ഓക്കെ. ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ടാലന്റും നമ്മുടെ ആ ഒരു പ്രൊഫിഷ്യൻസി ഒക്കെ എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അതിലൂടെ നമ്മുടെ ടാലന്റ് വർദ്ധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറെ കൂടെ നല്ല പൊസിഷനിലോട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം അല്ലേ. അപ്പൊ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും എന്തിനാ വരാ? റീറ്റെയിനിങ്ങിലാണ് വരാ. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് ഡെവലപ്പിംഗിലാണോ അല്ലെ. ഗ്രോത്തിന് വേണ്ടി അവസരങ്ങൾ കൊടുത്താൽ അവര് ഡെവലപ്പ് ചെയ്യുന്നതിന് തുല്യമൊക്കെ തോന്നും. അത് ശരിക്കും റീറ്റെയിനിങ്ങിന് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ആ സ്റ്റേജുകൾ നമ്മൾ പഠിച്ചില്ലേ? പ്ലാനിങ്, അട്രാക്ടിങ്, അതിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിച്ചു പോണം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മറ്റും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഇൻ ദ അട്രാക്ടിങ് സ്റ്റേജ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. അട്രാക്ടിങ് സ്റ്റേജ് ഓഫ് ടാലന്റ്. അട്രാക്ടിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പഠിച്ചു? അട്രാക്ട് ചെയ്യുക അല്ലെ. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെ പഠിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജോബ് പോർട്ടലുകൾ ഉപയോഗിക്കാം അട്രാക്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ. ഇതാണ്. അപ്പൊ അത് മനസ്സിലേക്ക് വന്നാൽ തന്നെ ആൻസർ കിട്ടും നമുക്ക്. അപ്പൊ ചോദ്യം, ഇൻ ദ അട്രാക്ടിങ് സ്റ്റേജ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്, what are some of the sources mentioned for seeking individuals? What are the some of the sources mentioned for seeking individuals? Option A എന്താണ്? Internal promotions only. B, company bulletin boards. C, job portals and social networks. D, employee referrals from the finance department. ഏതാണ് ആൻസർ വരിക? ആൻസർ
ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ജോബ് പോർട്ടൽസ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്, അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല ആളുകളെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോ ഒരു സ്ഥാപനത്തിൽ വേക്കൻസി വരുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ ചെയ്യാ, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്, അഡ്വർടൈസ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. അവരെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എടുത്തല്ല അവരെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വരുന്ന അപ്ലിക്കേഷൻസിൽ മുഴുവൻ ഉള്ള ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റുക അല്ലെ. പിന്നെ നമ്മൾ അതിൽ ആളെ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, എന്തിലൂടെ സെലക്ട് ചെയ്യുന്ന, റിട്ടേൺ ടെസ്റ്റുകളിലൂടെ, ഇന്റർവ്യൂസിലൂടെ ഒക്കെയാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്താണ്, the selecting stage in the talent management process primarily involves, the selecting stage in the talent management process primarily involves option A, training and counseling employees. അതാണോ ട്രെയിനിങ് ആൻഡ് കൗൺസിലിംഗ് എംപ്ലോയീസ് ഏത് സ്റ്റേജിലാണ് വരിക, ഏത് സ്റ്റേജിലാണ് വരിക? ഓക്കെ, എന്ന് പറഞ്ഞേ, ട്രെയിനിങ് ആൻഡ് കൗൺസിലിംഗ് എംപ്ലോയീസ് ഏത് സ്റ്റേജിലായിരിക്കും വരിക, ഏതിലായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. സമയം എടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല, ആലോചിച്ചു. കറക്റ്റ് ആണ് വനിത, ഡെവലപ്മെന്റ് സ്റ്റേജ്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. ഡെവലപ്മെന്റ് ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. ഷെഡ്യൂളിംഗ് റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് ടു ഫൈൻഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. നമ്മുടെ ആൻസർ അതാണ് അല്ലെ. എന്താണ് സെലക്ടിംഗിൽ എങ്ങനെ സെലക്ട് ചെയ്തേ, പ്രോപ്പർ റിട്ടേൺ ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് ആൻസർ. ഈ ഓപ്ഷൻ ഇതാണ്, പ്രൊവൈഡിങ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. അത് ഏത് സ്റ്റേജിലാണ് വരുന്നത്? റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഏത് സ്റ്റേജിലാണ് വരുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. പ്രൊവൈഡിങ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഏത് സ്റ്റേജിലാണ്? ഓക്കെ, കറക്റ്റ് ആണ് വനിത, ട്രാൻസിഷൻ സ്റ്റേജിലാണ് അല്ലെ. ഓക്കെ റസ്ലീന, കറക്റ്റ് ആണ്. ഇനി ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻ ആൻഡ് എഫർട്ട്, അത് ഏതിനകത്ത് വരിക? ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻ ആൻഡ് എഫർട്ട് ഏത് സ്റ്റേജിലായിരിക്കും? ആലോചിച്ച് പറഞ്ഞേ. നമ്മള് എംപ്ലോയീസിന്റെ സംഭാവനകള്, അവരുടെ എഫർട്ടുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം, അതിനെ വാല്യൂ ചെയ്യാം. ഏതിനെ വരിക? റീറ്റെയിൻ. ഓക്കെ, പ്ലാനിങ് അല്ല, റീറ്റെയിൻ ആണ് കേട്ടോ. ഓക്കെ, ശബന കറക്റ്റ് ആണ്, റീറ്റെയിനിങ്ങിലാണ് വരിക അല്ലെ. നമ്മളൊരാളെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാള് കാര്യമായിട്ട് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ എഫർട്ട് ഇട്ട് നല്ല ഒരു എന്താണ് എഫർട്ടുകളും കോൺട്രിബ്യൂഷൻസും നമ്മുടെ സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ മാനിക്കണം അല്ലെ. നമ്മൾ അതിനെ വാല്യൂ ചെയ്യണം, അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അവരെ അംഗീകാരം കൊടുക്കണം. അപ്പോഴാണ് അവിടെ നമുക്ക് അവരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഇതിനാ വരുന്നത് റീറ്റെയിനിങ് അല്ലെ. ഓക്കെ, പ്ലാനിങ്ങിൽ വരുന്നത് എന്താണ്? എംപ്ലോയീസിന്റെ റിക്വയർമെന്റുകളാണ്, ആളുകളുടെ ആവശ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഐഡന്റിഫൈ ദി ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻ ആൻഡ് എഫർട്ട് എന്ന് പറയുന്നത് പ്ലാനിങ്ങിലല്ല, വരുന്നത് റീറ്റെയിനിങ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, എൻഹാൻസിംഗ് ദ സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് പേഴ്സണൽ ടു മാച്ച് ദ ജോബ് പ്രൊഫൈൽ occurs during which stage? ചോദ്യം, enhancing the skills, aptitude and proficiency of personnel to match the job profile occurs during which stage? ഏത് സ്റ്റേജ് ആണ്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ വനിത, ശബന, റംസിയ. ഓക്കെ, ഇതാണ് ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് അല്ലെ. അതായത് ആ ഒരു ഓഫീസാറ കറക്റ്റ് ആണ്, നമ്മുടെ ജോബ് പ്രൊഫൈലുമായിട്ട് അവരുടെ കഴിവുകള്, അവരുടെ അഭിരുചി, അവരുടെ പ്രാവീണ്യം, ഇതൊക്കെ നമ്മൾ എന്താണ് മാച്ച് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ദാറ്റ് മീൻസ് അതിനോട് പൊരുത്തപ്പെടുന്ന രീതിയിലാക്കി മാറ്റുന്നത് ഏതിലാണ്? ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം, which of the following is a method used for retaining talented employees? Which of the following is a method used for retaining talented employees? Option A, scrutinizing the most suitable candidate, identifying human capital requirement, providing opportunities for growth and promotion, seeking individuals through job portals. ഇതാണ് ആൻസർ. സി ആണ്, providing opportunities for growth and promotion. അങ്ങനെയാണെങ്കിൽ സ്ക്രൂട്ടിനൈസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഏത് സ്റ്റേജിലാണ് വരുന്നത്? സ്ക്രൂട്ടിനൈസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഇതിനകത്താണ് വരുന്നത്? ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്ന് പറഞ്ഞേ.
എവിടെയാണ് നമ്മളത് വായിച്ചത്? സ്ക്രൂട്ടിനൈസിങ്, സെലക്ടിങ് അല്ലെ? ഇതിന് വരുന്നതാ സെലക്ടീവ്. സ്ക്രൂട്ടിനൈസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെ? ആ പ്രൊഫൈലിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സൂക്ഷ്മ പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാ സെലക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അല്ലെ? ഐഡന്റിഫൈങ് ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഏത് സ്റ്റേജാ? ഇതിന് വേണ്ടി ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐഡന്റിഫൈങ് ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഏത് സ്റ്റേജാ? പ്ലാനിങ് സ്റ്റേജ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് സീക്കിംഗ് ഇൻഡിവിജ്വൽസ് ത്രൂ ജോബ് പോർട്ടൽ ഏത് സ്റ്റേജ് ആണ്? സീക്കിംഗ് ഇൻഡിവിജ്വൽസ് ത്രൂ ജോബ് പോർട്ടൽ ഏത് സ്റ്റേജ് ആണ്? സീക്കിംഗ് ഇൻഡിവിജ്വൽ ത്രൂ ജോബ് പോർട്ടൽ. ജോബ് പോർട്ടൽസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അട്രാക്ടിങ്. ഓക്കെ, ഇതാണ് അട്രാക്ടിങ്. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. ഓരോ സ്റ്റേജുകൾ വായിക്കുമ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. അടുത്ത ചോദ്യം, the final stage in the talent management process model, the final stage of TM model, which stage aims for the overall transformation of employee. ഏത് സ്റ്റേജ് ആണ് ഒരു എംപ്ലോയിയുടെ ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ സെലക്ടിങ്, ബി ഡെവലപ്പിംഗ്, സി റിറ്റൈനിങ്, ഡി ട്രാൻസിഷൻ. ഇതാണ് ഉത്തരം, ട്രാൻസിഷൻ. ശബന, സ്വീറ്റി, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ട്രാൻസിഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ കീ ആക്ടിവിറ്റി ഇൻ ദ ട്രാൻസിഷൻ സ്റ്റേജ്? What is the key activity in the transitioning stage? Option A, carrying out an onboarding program. Ano? Carrying out an onboarding program. Ano? Onboarding program ഏത് സ്റ്റേജിലാണ്? ഏത് സ്റ്റേജിലാണോ ongoing onboarding program? Development. Succession planning or internal promotions. അതാണോ ആൻസർ? ആണോ? Succession planning for internal promotions. സക്സഷൻ പ്ലാനിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു വ്യക്തിയെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു റോളുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ആൻസർ അല്ലെ? ട്രാൻസിഷനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. നിലവിലിരിക്കുന്ന ജോബ് പ്രൊഫൈൽ അല്ല, പുതിയൊരു ജോബ് പ്രൊഫൈലിലേക്ക് അവരെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണല്ലേ? അത് തന്നെയാണ് സക്സഷൻ പ്ലാനിങ്. പുതിയൊരു റോളിലോട്ട് അവരെ പ്രിപ്പയർ ചെയ്തെടുക്കുക അല്ലെ? ഓക്കെ, ഒരു ഇന്റേണൽ പ്രൊമോഷൻ. പ്രൊമോഷൻ കൊടുക്കാന്ന് പറയുന്ന നിലവിലെ ജോബ് പ്രൊഫൈൽ ആണോ? അല്ല, ഒരു പുതിയ റോളിലോട്ട് പ്രൊമോഷൻ ചെയ്ത് വിടാണ് അല്ലെ? അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം, ഒരു വ്യക്തിനെ നമ്മൾ ഒരു ഓവറോൾ ആയിട്ട് ഒരു റോളിൽ നിന്ന് പുതിയൊരു റോളിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. സോ ട്രാൻസിഷൻ. ഓക്കെ, സ്ക്രൂട്ടിനൈസിങ് കാൻഡിഡേറ്റ്സ് ഏതിലാണ് നമ്മൾ പഠിച്ചത്? സ്ക്രൂട്ടിനൈസിങ് കാൻഡിഡേറ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇതിലാണ്. ഒന്ന് പറഞ്ഞേ, സ്ക്രൂട്ടിനൈസിങ് കാൻഡിഡേറ്റ് സെലക്ടിങ്. ഓക്കെ, ഇതാണ് സെലക്ടിങ്. ഡെവലപ്പിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഏതിലാണ്? ഡെവലപ്പിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഏത് സ്റ്റേജ് ആണ്? ജോബ് ഡിസ്ക്രിപ്ഷൻസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ഒരു സ്ഥാപനത്തിലാക്കി. വെരി ഗുഡ്. പ്ലാനിങ് അല്ലെ? പ്ലാനിങ്ങിലാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എപ്പോഴാ? പ്ലാനിങ്ങിൽ ചെയ്യും. ആ സ്ഥാപനത്തിന് ഏതൊക്കെ ജോബ് വേക്കൻസികൾ ഉണ്ട്, ആ ഓരോ ജോബ് വേക്കൻസികൾക്ക് വേണ്ട ജോബ് ഡിസ്ക്രിപ്ഷൻ, മീൻസ് ആ ഒരു ഓരോ ജോലിയുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഏത് സ്റ്റേജിലാണ്? പ്ലാനിങ് സ്റ്റേജിൽ. ഓക്കെ, അതും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, ആ സ്റ്റേജുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അന്ന് ആ സ്റ്റേജുകൾ നിങ്ങൾ പഠിച്ചു കേട്ടോ. ഇതിനുള്ള ആ ഒരു സെന്റൻസിനാണ് അത് എഴുതി. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കുറച്ചൊക്കെ ഏകദേശം വായിച്ചിട്ട് ഇപ്പൊ ചോദിച്ചിട്ട് ഇപ്പൊ ഒരു ഐഡിയ ഏതൊക്കെ ഏതൊക്കെ സ്റ്റേജിലായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചാൽ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് ഈസ് ടു. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് കുറെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു അല്ലെ? അതിൽ നിന്നുള്ള ചോദ്യമാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് ഈസ് ടു. ഓപ്ഷൻ എ, റിഡ്യൂസ് ദ നമ്പർ ഓഫ് ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ്. ആണോ? ensure growth and innovation in the organization. Option D, decrease the productivity of the organization. Option D, increase the time spent on committing errors. ഇതൊക്കെ നമുക്ക് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ആൻസർ പറയാൻ പറ്റും അല്ലെ? ഓപ്ഷൻ ബി ആണ് അല്ലെ? എൻഷുവർ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വളർച്ചയും
ഉന്നമനവും ഉറപ്പുവരുത്തുക അല്ലേ? ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ് അല്ലെ? അതിന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ അർത്ഥം മനസ്സിലാവുമെങ്കിൽ നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, the talent management life cycle, the talent management life cycle is described as a option A, one-time event, linear process with a clear end, continuous and holistic approach. Option D, process managed solely by the HR department. ഇതാണ് ആൻസർ വരിക എന്ന് പറഞ്ഞേ. ഓക്കെ, കറക്റ്റ് ആണ്. കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ് ആണ്. ഒരു വൺ ടൈം പ്രോസസ് ആണോ? അല്ല. ഒരു ലീനിയർ പ്രോസസ് ആണോ? വിത്ത് എ ക്ലിയറൻസ് അങ്ങനെയാണോ? കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ് ആണ് അല്ലെ ആൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഓപ്ഷൻ ഇതായിരുന്നു, പ്രോസസ് മാനേജ്ഡ് സോളിഡി ബൈ ദ HR ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റ് മാത്രം കൈകാര്യം ചെയ്തു പോകുന്ന, മാനേജ് ചെയ്തു പോകുന്ന ഒരു പ്രോസസ് ആണ്. അതാണോ? അതുമല്ല. പിന്നെന്താണ്? കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇത് കേൾക്കുമ്പോ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി പോകുക. അടുത്തത്, അതിനകത്ത് നമ്മള് കുറെ പ്ലാനുകൾ പഠിച്ചു അല്ലെ? ഓർഗനൈസേഷണൽ പ്ലാൻ, റിക്രൂട്ട്മെന്റ് പ്ലാൻ, റീറ്റെയിനിങ് പ്ലാൻ. ഓക്കെ, ചോദ്യം, the organizational plan in the life cycle defines. The organizational plan in the life cycle defines. Option A, the specific marketing strategies for the year. Option D, categories of people needed in the future to meet the business plans. Option C, the monthly social events for employees. Option D, the process for outplacing underperforming employees. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി അല്ലേ? The categories of people needed in the future to meet the business plan. നമ്മുടെ ബിസിനസിന്റെ പ്ലാനുകൾ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസുകൾ അല്ലെ? അത് മീറ്റ് ചെയ്യാൻ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വരുന്ന ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് അവിടെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. കണ്ടോ? ഓർഗനൈസേഷണൽ പ്ലാൻ അവിടെ തന്നെ പറയുന്നത് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ? അതുപോലെ ഇറ്റ് ഇസ് എ കോംപ്രിഹെൻസീവ് ഹോളിസ്റ്റിക് വേ അല്ലെ? ഹോളിസ്റ്റിക് പ്രോസസ് ആണ്. ഫസ്റ്റ് എന്താണ്? ഓർഗനൈസേഷണൽ പ്ലാൻ. ആ പ്ലാനിനകത്ത് എന്തൊക്കെയാണ്? ഡിഫൈൻസ് ദ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ യു ആർ ഗോയിങ് ടു നീഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആളുകള് ഏത് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകള് നമ്മുടെ ബിസിനസിന്റെ പ്ലാൻസുകള് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, ഏത് വിഭാഗം ആളുകളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ ഡിഫൈൻ ദ സ്പെസിഫിക് സ്കിൽ ആൻഡ് സ്കിൽ ലെവൽസ് റിക്വയർഡ് ഫോർ ഈച്ച് പൊസിഷൻ. ഓരോ പൊസിഷനും നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് സ്കിൽ ലെവലുകള് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു. ഇതെല്ലാം ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ വരുന്നതാണ് അല്ലെ? ഡിഫൈൻ ദ ജോബ് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ഈച്ച് പൊസിഷൻ ടൈം. Determines average cost for each position time. Quantify how long individuals remain in each job time. ഇത്രയും വരുന്നത് എന്തിലാണ്? ഓർഗനൈസേഷണൽ പ്ലാനിനകത്താണ്. അടുത്തത്, the recruitment plan in the life cycle is based on the recruitment plan. ഇവിടെയാണ് വരുന്നത് നോക്കുക കേട്ടോ. Recruitment plan in the life cycle is based on the option development plan, retention plan, ഓർഗനൈസേഷണൽ പ്ലാൻ, അസസ്മെന്റ് പ്ലാൻ. ഏതായിരിക്കും ആൻസർ വരിക? റിക്രൂട്ട്മെന്റ് പ്ലാൻ നടത്തുന്നത് ഏത് പ്ലാനിനെ ബേസ് ചെയ്തിട്ട്? ഓർഗനൈസേഷണൽ പ്ലാൻ. കാരണം ഓർഗനൈസേഷണൽ പ്ലാൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് ഇതാണ് അല്ലെ? അതിന്റെ ബേസ് എന്താണ്? ഓർഗനൈസേഷണൽ പ്ലാൻ ആണ്. ഓക്കെ, ചോദ്യത്തിൽ എന്തുണ്ടാവും? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്നെടുത്തത് കേട്ടോ. TM മോഡൽ വേറെയാണ്. TM മോഡൽ പറയുന്ന കൺസെപ്റ്റ് സെയിം ആണ്. ടാലന്റ് മാനേജ്മെന്റ് മോഡൽ എടുക്കുമ്പോഴും ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളും രണ്ടും നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. രണ്ടിലും വരുന്ന കൺസെപ്റ്റുകളൊക്കെ സെയിം ആണ്, പക്ഷെ സ്റ്റേജുകളുടെ പേരുകളൊക്കെ ഒന്ന് വ്യത്യസ്തമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ വരുമ്പോ എല്ലാ കൺസെപ്റ്റ് സെയിം ആയതുകൊണ്ട് ഇത് TM മോഡലിലെ സ്റ്റേജ് ആണോ അതോ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിലെ സ്റ്റേജ് ആണോ, ഇതിനൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുണ്ടാവും. ടാലന്റ് മാനേജ്മെന്റ് മോഡൽ എന്ന് പറയുമ്പോൾ മോഡലിൽ പഠിച്ച സ്റ്റേജുകൾ മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ പ്ലാനുകളാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്. ഈ പ്ലാനുകൾ അവിടെ പഠിച്ച പോയിന്റുകളൊക്കെയാണ് വരുന്നത്. അടുത്ത നോക്കുക, വിച്ച് പ്ലാൻ ഇൻ ദ ലൈഫ് സൈക്കിൾ ensures that each employee has an individual development plan and a formal career plan. ഏത് പ്ലാനിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് അങ്ങനെ പറയും?
മനസ്സിലായ ചോദ്യം. വിച്ച് പ്ലാൻ ഇൻ ദ ലൈഫ് സൈക്കിൾ എൻഷുവേഴ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി, ഓരോ എംപ്ലോയിക്കും that has an individual development. ഓരോ എംപ്ലോയിക്കും അവരവരുടേതായ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാനും ഒരു ഫോർമൽ ആയിട്ടുള്ള കരിയർ പ്ലാനും ഉണ്ടാകണം. ഓക്കെ, അത് കറക്റ്റ് ആണ് കേട്ടോ വരുന്നത്. ഡെവലപ്മെന്റ് ആണ് ആൻസർ അല്ലെ, ഡെവലപ്മെന്റ് പ്ലാനിനാണ് ചോദ്യം. ശ്രദ്ധിക്കാം. അലൈനിങ് റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ സിസ്റ്റംസ് with the individual performance is a key part of which plan? Is a key part of which plan? Option A, recruiting plan. Option B, development plan. C, retention plan. Assessment plan. എന്താണ് റിട്ടൻഷൻ പ്ലാൻ അല്ലെ? അപ്പൊ റിട്ടൻഷൻ നിലനിർത്തണമെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാം? റിവാർഡ് കൊടുക്കാം, റെക്കഗ്നീഷൻസ് കൊടുക്കാം. അതേ കൺസെപ്റ്റ് തന്നെയല്ലേ നമ്മൾ മറ്റൊടുത്തും പറഞ്ഞത്. അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ എഫർട്ടിനെ വാല്യൂ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ്. അല്ലെങ്കിൽ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ ആണ് അല്ലെ? ഈ കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് റിട്ടൻഷൻ പ്ലാൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. The plan that ensures the employees are formally assessed periodically and compared to the established standards is the plan. അപ്പൊ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്? അസസ്മെന്റ്. വെരി ഗുഡ്, അതിനോട് കറക്റ്റ് ആണ്. സാര ശബ്ദനെ അസസ്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. Which plan determines when a job type is no longer required and moves to eliminate it? ഏത് പ്ലാനിലാണെന്നൊന്ന് പറയോ? ഡെവലപ്മെന്റ് പ്ലാൻ ആണോ, റിട്ടൻഷൻ പ്ലാൻ ആണോ, അസസ്മെന്റ് പ്ലാൻ ആണോ, അതോ ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ ആണോ? ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ ആണോ, അസസ്മെന്റ് ആണോ, റിട്ടൻഷൻ ആണോ? ഓക്കെ സാറ് കറക്റ്റ് ആണ്. ഔട്ട് പ്ലേസ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ആ ജോബ് ടൈപ്പ്, ആ ജോബ് ടൈപ്പ് അവിടെ ആവശ്യമില്ല, അത് എലിമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലെറ്റിംഗ് ദ എംപ്ലോയീസ് ടു എന്താണ് എക്സിറ്റ് അല്ലെ? എംപ്ലോയീസിന് വിടാനായിട്ട്, എക്സിറ്റ് ചെയ്യാനായിട്ട് ഒരു അനുവദിക്കുക എന്നുള്ളത് ഏതിൽ വരുന്നതാണ്? ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനിൽ വരുന്നത് അല്ലെ? നമ്മൾ ഒരിക്കലും ഒരു ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ പ്ലാൻ ഒരു ക്ലിയർ എൻഡിൽ അവസാനിക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അനുയോജ്യനല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ അവർ പോകാൻ അനുവദിക്കണം എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആളുകളോട് പിടിച്ചു നിർത്തേണ്ട കാര്യമുള്ളത് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിരിക്കണം. അങ്ങനെ അല്ലാത്ത ആളുകളാണെങ്കിൽ പിന്നെ അവരവിടെ റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? അവരെ നമ്മൾ എന്ത് ചെയ്യാം? ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനിൽ വരുന്നത് അതാണ് അല്ലെ? അവരെ എംപ്ലോയീസ് ലീവ് അല്ലെ? അവരെ ലീവ് ചെയ്യാനായിട്ട് അനുവദിക്കാനുള്ളതാണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. The feedback loop in the talent management life cycle is designed to feedback loop in the talent management life cycle is designed to എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ, only provide feedback to the underperforming employees. അതാണോ? അതോ ബി, capture relevant data throughout the employee life cycle to establish trends. C, give managers feedback on their personal life. D, design the initial organizational plan. Okay, അത് പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. ബി ആണ് അല്ലെ? capture relevant data throughout the employee life. അതായത് ഒരു എംപ്ലോയിയുടെ ത്രൂഔട്ട് ലൈഫ് സൈക്കിളിൽ അവരുടെ ഡാറ്റകള് നമ്മൾ എടുക്കുന്നു, കളക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രെൻഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലെ? അപ്പൊ ഒരു ലൈഫ് സൈക്കിൾ മൊത്തം എടുക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഏതാനും ദിവസങ്ങളിൽ അവരുടെ പെർഫോമൻസ് കണ്ടോണ്ടോ അല്ലെങ്കിൽ 2-3 വർഷത്തെ അവരുടെ പെർഫോമൻസ് കണ്ടോണ്ടോ ഒരു കറക്റ്റ് ട്രെൻഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ എന്റെ ലൈഫ് സൈക്കിളില് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ലൈഫ് സൈക്കിള് മൊത്തത്തിലുള്ള അവരുടെ പെർഫോമൻസും ഡാറ്റകളൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് അല്ലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് വെറുതെ മാനേജേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കലോ അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് എംപ്ലോയീസിന് മാത്രം ഫീഡ്ബാക്ക് കൊടുക്കുന്നതല്ല. ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വരുമ്പോ നിങ്ങൾ വായിക്കണം കേട്ടോ. ജസ്റ്റ് വായിച്ചു വരിക, കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി നമുക്ക് ക്ലാസ് വൈകിട്ട് കേട്ടോ.